ഞാൻ എപ്പോഴും പറയും എനിക്ക് ഒരു എബിനായിരുന്നു അവിടെ പോണ്ടേന്ന് ഞാൻ എപ്പോഴും പറയും. ഞാൻ പറഞ്ഞു എബിൻ അടുത്ത ബിഗ് ബോസ് ആദ്യത്തെ 1-2 വീക്സ് കണ്ടപ്പോ ഞാൻ എന്ത് സുഖല്ലേ ഇരുന്ന് കഴിക്കുക, ഗെയിംസ് കളിക്കുക. പക്ഷെ ആള് വന്ന് അതിനുള്ള എക്സ്പീരിയൻസ് വെച്ചാലേ അവിടെ നടക്കുന്ന അതെ ഒരു തരത്തിലുള്ള സാധനമല്ല ശരിക്കും നമുക്ക് ഔട്ട് കാണുന്ന സാധനമല്ല അവിടെ ഉള്ളത്. അവര് ചെറിയ ഒരു കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പുറത്ത് കാണിക്കുന്നുള്ളൂ. ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ആള് പറയുമ്പോഴാണ് വേറെ ലെവലാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അടുത്ത ബിഗ് ബോസിൽ അതാണ് ഞാൻ എബിനെ വിടും. പോയി നിങ്ങൾ അനുഭവിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ശ്രുതി ലക്ഷ്മി നമ്മൾ ഈ ബിഗ് ബോസ് കണ്ടപ്പോ ശ്രുതിയുടെ ഏറ്റവും കൂടുതൽ കണ്ട 3 വികാരങ്ങളാണ് കരച്ചിൽ, പുച്ഛം, ഉമ്മ. ഈ 3 കാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ എവിടെ നിന്ന് തുടങ്ങണം എന്ന് പറഞ്ഞാൽ മതി. നമുക്ക് കേൾക്കാനൊരു എങ്കിൽ ഉമ്മയിൽ നിന്ന് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ബിഗ് ബോസിലെ ശ്രുതിയുടെ പേരിൽ ഏറ്റവും അധികം സോഷ്യൽ മീഡിയ ആഘോഷിച്ചത് ഉമ്മ തന്നെയാണ്. അതിൽ ആദ്യത്തെ ഉമ്മ വിവാദം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? പറയൂ ഈ ഭർത്താവ് പറയൂ. ആദ്യത്തെ ഉമ്മ വിവാദം ആരിൽ നിന്നായിരുന്നു? ആദ്യത്തെ വിവാദം അഞ്ജു ആണ്. പക്ഷെ അഞ്ജുസ് അങ്ങനെയൊന്നും അല്ല, ഊതിയതാണ്, ബിഗ് ബോസ് ക്യാമറ ആംഗിൾ മാറ്റി കാണിച്ചതാണ് എന്നൊക്കെ നമ്മൾ കേട്ടു. ഇതിലെ സത്യാവസ്ഥ എന്താ? ആ ബിഗ് ബോസ് ഈ പറഞ്ഞ ട്രോളിൽ കാണുന്നതിൽ ഊതിയതാണ്. അല്ലാതെ കിടക്കുമ്പോഴേക്ക് ഇഷ്ടം പോലെ ഉമ്മ വന്നിട്ടുണ്ട്. അതെന്താ നിങ്ങൾ കാണാതിരുന്നേ? അത് 24/7 കണ്ടായിരുന്നു ആ ഉമ്മയൊക്കെ. ഞങ്ങള് ബെഡ്ഷീറ്റ് പൊതിച്ചിട്ട് ഉമ്മ എടുത്തത് അതുകൊണ്ട് ആ ഒരു ഊതിയതിന് എനിക്ക് വലിയ ആ സമയത്ത് ഭയങ്കര ടെൻഷനിലായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു ഫീലും തോന്നിയില്ല. അവളെന്തോ ചെയ്യുന്നോലെ. ഇത് കണ്ടപ്പോഴാണ് വാ ഞങ്ങള് വലിയ വികാര നിർഭരമായിട്ട് എഴുതി വെച്ച ചോദ്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അടിച്ചാക്ഷേപിക്കല്ലേ പ്ലീസ്. ഓക്കെ, അടുത്ത ഉമ്മ ആരുമായി ബന്ധപ്പെട്ടതായിരിക്കും? റിനോഷിനെ ആയിരിക്കും. എന്റെ പൊന്ന് വീണ 56 ദിവസം അവിടെ പോയി ഇരിക്കല്ലേ, ഒരു ഉമ്മയൊക്കെ കൊടുത്താൽ എന്ത് സന്തോഷം. അങ്ങനെയല്ലേ ഇപ്പൊ റിനോഷിന്റെ എനിക്ക് പേഴ്സണലി റിനോഷുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പുറത്ത് വേറൊരു രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടതിലായിരുന്നു എനിക്ക് വിഷമം. ബാക്കി വേറെ എനിക്കിനി ഒന്നും എനിക്ക് വലിയ എന്നെ എഫക്ട് ചെയ്തിട്ടില്ല. പക്ഷെ റിനോഷുമായിട്ടുള്ള ഭയങ്കര ഒരു ബ്രദർലി ഫീൽ ആയിരുന്നു എനിക്ക് അവന്റെ അടുത്ത്. അവൻ എൻ്റെ അടുത്തും ആ സെയിം ഒരു ഇതായിരുന്നു. അപ്പം അതിനെ ആൾക്കാര് പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ആർട്ടിസ്റ്റ് എന്നെ പൈസ മുടക്കി ബിഗ് ബോസ് ഷോയിൽ കൊണ്ടുവന്നു, എന്നെ കണ്ടിട്ട് ഗൂഗിളിൽ ചെക്ക് ചെയ്തിട്ട് ആൾക്കാർക്ക് ഇഷ്ടം അങ്ങ് സന്തോഷ സുഖമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ. ഞാൻ എന്ത് പറയാനാണ്? സത്യമായിട്ട് ഇതൊക്കെ അവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരും. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ പറയണം ക്യാമറകളുടെ ഒരിക്കലും കേട്ടോ. കാരണം ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോ സമാധാനമായിരുന്നു. കാരണം എനിക്ക് മതിയായി, ആക്ച്വലി എനിക്ക് മതിയായി. ഇനി എന്നെ കൊണ്ട് നടക്കില്ല എന്നുള്ളൊരു അവസ്ഥയിൽ. കാരണം പിന്നെ ഇനി ഒരു 56 അതായത് 2 മാസത്തോളം ആവാനായി. അത്